Hello friends, my name is Fabish. I am studying third year BCom in Amal College. My topic is accommodation is provided by the employer in a hotel. അക്കോമഡേഷൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ ഇൻ എ ഹോട്ടൽ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഈസ് അപ്പോയിൻറ്റഡ് അറ്റ് കൊൽക്കത്ത. ഹി സ്റ്റേയ്ഡ് ഇൻ എ ഹോട്ടൽ ഫോർ 25 days. ദെയർ ആഫ്റ്റർ ഷിഫ്റ്റഡ് ഇൻ എ ഹൗസ് പ്രൊവൈഡഡ് ബൈ ഹിസ് എംപ്ലോയർ. ഫ്രം ദി ഫോളോയിങ് ടു ഡിറ്റർമൈൻ ഹെർ ടാക്സബിൾ വാല്യൂ ഓഫ് പ്രിക്വസിസ്റ്റ് സ്റ്റേ ഇൻ ഹോട്ടൽ. റൂം റെൻറ്റ് ഇൻ എ ഹോട്ടൽ റുപ്പീസ് 1000 പെർ ഡേ. അതായത് ഒരു ദിവസത്തെ റൂം റെൻറ്റ് എന്ന് പറയുന്നത് 1000 രൂപയാണ്. സാലറി ഓഫ് വാലുവേഷൻ ഓഫ് അക്കോമഡേഷൻ ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ റുപ്പീസ് 7,30,000. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ അതായത് പ്രീവിയസ് ഇയർത്തെ സാലറി എന്ന് പറയുന്നത് 7,30,000 ആണ്. എംപ്ലോയർ റിക്കവേർഡ് റുപ്പീസ് 200 ഫ്രം എക്സ് റിഗാർഡിംഗ് സ്റ്റേ ഇൻ ഹോട്ടൽ. 200 റുപ്പീസ് ഓൾറെഡി റെൻറ്റ് അടച്ചിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഹോട്ടലുമായി ബന്ധപ്പെട്ടില്ല. ഇനി ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ കണക്കാക്കേണ്ടത് ഇതിന് പ്രിക്വസിസ്റ്റ് അഥവാ കൊടുക്കണം എന്നാണ്. അതായത് ഒരാൾ ട്രാൻസ്ഫറായി വന്ന് 15 ദിവസം വരെ ഹോട്ടലിൽ നിൽക്കുകയാണെങ്കിൽ അതിന് പ്രിക്വസിസ്റ്റ് ഇല്ല. എന്നാൽ 15 ദിവസത്തിനേക്കാൾ കൂടുതൽ അയാൾ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് പ്രിക്വസിസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള കാരണത്താലാണെങ്കിലും അതിന് പ്രിക്വസിസ്റ്റ് നൽകണം. പ്രിക്വസിസ്റ്റ് എങ്ങനെ കണക്കാക്കുക എന്ന് വെച്ചാൽ 24%, അതായത് 24%, 24% ഓഫ് സാലറി ഫോർ ദി പീരീഡ് ഓർ അല്ലെങ്കിൽ ആക്ച്വൽ ചേഞ്ചസ് പെയ്ഡ് ബൈ എംപ്ലോയർ. അതായത് 24% ഓഫ് സാലറി ഓഫ് ദി പീരീഡോ അല്ലെങ്കിൽ ആക്ച്വൽ ചാർജ് ഓഫ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ. ഇത് രണ്ടും കമ്പയർ ചെയ്ത് അതിലേതാണോ ചെറുത് അതാണ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷനായി കൊടുക്കുക. ഇനി ആൻസറിലേക്ക് കടക്കാം. ഇതാണ് ആൻസർ. 24% ഓഫ് സാലറി ഫോർ ദി പീരീഡ്, അതായത് 25 ദിവസത്തെ സാലറി എന്ന് പറയുന്നത് ടോട്ടൽ സാലറി, അതായത് 7,30,000 ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് 25 ഡിവൈഡഡ് ബൈ ഒരു ഇയറത്തെ മുഴുവൻ ദിവസം, അതായത് 365. ഇത് നമ്മൾ ചെയ്യുമ്പോൾ 5000 കിട്ടും. ഇതിനെ 24%ഓട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1,200 ആണ് കിട്ടുന്നത്. ഇനി ആക്ച്വൽ ഹോട്ടൽ ചാർജ് പെയ്ഡ് ബൈ ദി എംപ്ലോയർ, അതായത് ഒരു ആക്ച്വൽ ചാർജ് എത്രയാണ് ആ ഹോട്ടലിൽ എന്ന് വെച്ചാൽ ഒരു ദിവസത്തിന് 1000 രൂപയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 25 ദിവസത്തിന് 25,000. ഇതിലേതാണ് ഏറ്റവും ചെറുത്? 24% ഓഫ് സാലറി ആണ്. അതുകൊണ്ട് അതാണ്